എന്തുകൊണ്ടാണ് പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്തമായിരിക്കുന്നത്? ഏതൊരു ആരോഗ്യപരമായ ബന്ധത്തിലും പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കുകയും അവരെ സന്തോഷിപ്പിക്കണമെന്നുമൊക്കെ ആഗ്രഹിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമല്ല. ശ്രദ്ധിച്ചിട്ടല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് ഭാര്യയും തൻ്റെ ഭാര്യ തന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് ഭർത്താവും ചിന്തിക്കാറുണ്ട്. തൻ്റെ പങ്കാളിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും പിന്നെയും പിന്നെയും പരാതി തന്നെയാണ് ഫലമെന്ന് പരാതി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കേട്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? അനുഭവിച്ചിട്ടില്ലേ? ശരിക്കും എന്താണ് ഇതിനുള്ള കാരണം? ലോകപ്രശസ്ത എഴുത്തുകാരനായ ജോൺ ഗ്രേ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ് മെൻ ആർ ഫ്രം മാസ്, വുമൺ ആർ ഫ്രം വീനസ് എന്ന കൃതി. സ്ത്രീയും പുരുഷനും ശാരീരികവും മാനസികവും വൈകാരികവും അടക്കം എല്ലാ തലങ്ങളിലും ഏറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ കൃതി ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത്. അതുപോലെ നമ്മുടെ പങ്കാളിയുടെ കമ്മ്യൂണിക്കേഷൻ ശൈലിയും ഇമോഷണൽ നീഡ്സും മനസ്സിലാക്കി പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് ടിപ്പുകളും ട്രിക്കുകളുമൊക്കെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എടുത്തെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു കുറിപ്പിലൂടെ പങ്കുവച്ചത് ഞാൻ ഓർമ്മയിലെടുത്തങ്ങ് പറയാം. സർജറി കഴിഞ്ഞ് രോഗിയായ പെൺകുട്ടിയെ കാണാൻ റൂമിലെത്തിയ ഡോക്ടർ അവരോട് ചോദിച്ചു, ഒറ്റയ്ക്കേ ഉള്ളോ? ഭർത്താവ് എവിടെ പോയി? പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ചുകൊണ്ട് ഡോക്ടറോട് അവരിങ്ങനെ പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട. എന്നെ കേൾക്കാൻ, എന്നെ മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് കുറച്ചു നേരം എൻ്റെ കൂടി ഇരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അങ്ങനെ അയാൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. എപ്പോഴും ഞാൻ കരച്ചിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കെപ്പോഴും പരാതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയാം, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. ഞാൻ ഈ മുറിയിൽ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. മടുത്തു സാർ, ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ല എന്ന്. ഈ ഡോക്ടർ ഭർത്താവിനോട് ഇതേക്കുറിച്ചൊരു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സാർ, ഞാൻ പറയുന്നതൊന്നും അവൾ ചെയ്യുന്നില്ല. തലവേദന മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. അതിനുണ്ടായ വഴക്കാണ്. അവിടെ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഒന്ന് പതുക്കെ നടക്കാൻ ഞാൻ അവളോട് ആകെന്ന് പറഞ്ഞതാണ്, കേൾക്കില്ല. ഞാൻ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും അവസാനം പരാതിയും കരച്ചിലും മാത്രം. ഞാൻ അവളുടെ അടുത്തിരിക്കണം പോലും. എപ്പോഴും എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ സാറേ? ഇവിടെ ആരുടെ ഭാഗത്ത് നിൽക്കാനാണ് നിങ്ങൾക്ക് സാധിക്കുക? ഭർത്താവിൻ്റെ സ്നേഹവും പരിചരണവും കെയറിങ്ങും ഒക്കെ ആഗ്രഹിക്കുന്ന ഭാര്യ, അവളുടെ സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത്? പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വിലയിരുത്താം. ആണുങ്ങളെ, ഇതൊരു ഇമാജിനറി തോട്ടാണ്, ആണുങ്ങളെ മാസിലുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകതരം സ്പീഷീസ് ആയിട്ട് കണക്കാക്കാം. സ്ത്രീകളെ വീനസിൽ ജീവിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു സ്പീഷീസ് ആയിട്ട് കണക്കാക്കാം. അപ്പം മെൻ മാസും സ്ത്രീകളെ വീനസുമായിട്ട് കൺസെപ്റ്റ് മനസ്സിൽ കൊണ്ടുവരിക. നമുക്ക് ആദ്യം മാസിൽ ജീവിക്കുന്ന, ഞാനിത് മെൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അവരുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അവർ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണമെന്നും അവരുടെ കഴിവുകളും ഗുണങ്ങളും മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അവർ ഇഗ്നോർ ചെയ്യുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ സ്വയം സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതവർക്ക് അത്ര പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാനുള്ള ഐഡിയകളുമൊക്കെ ഉണ്ട് അവർക്ക്. ആരുടെയും ഉപദേശം തേടുന്നതിൽ അവർക്ക് വലിയ താല്പര്യമോ ഇഷ്ടമൊന്നും ഇല്ല. അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫീലിങ്സ് അല്ല എന്ന് ചുരുക്കം. മാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഒറ്റയ്ക്ക് നേരിടാനാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതും അവരുടെ താല്പര്യവും. അവരങ്ങനെയാണ്. സ്നേഹത്തിനും സക്സസ്സിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നവരാണ് ഈ മാസിലുള്ള ഇവർ. അതുപോലെ ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ അവർ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി വീനസിൽ ജീവിക്കുന്ന വുമൺസിനെ കുറിച്ചിട്ടാണ്, അതായത് കൺസെപ്റ്റാണ്. അവരുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഫീലിങ്സ് കൊണ്ട് ജീവിക്കുന്ന ജീവിയാണ് സ്ത്രീ. അവരുടെ ഫീലിങ്സ് മറ്റുള്ളവർ പരിഗണിക്കണം, അവർ സ്നേഹിക്കപ്പെടണം, കെയർ ചെയ്യപ്പെടണം എന്നവർ അമിതമായിട്ട് ആഗ്രഹിക്കുന്നു. അമിതമല്ല, അവർ ആഗ്രഹിക്കുന്നു. അവരെ അവഗണിക്കുന്നത് അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അവരുടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത്. മറിച്ച് അവർക്കുള്ള പിന്തുണ പ്രതീക്ഷിക്കുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണോ അവരാഗ്രഹിക്കുന്നത്. അവരുടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെന്നല്ല അവരാഗ്രഹിക്കുന്നത്. മറിച്ച് അവർക്കുള്ള പിന്തുണ പ്രതീക്ഷിക്കുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് അവരാഗ്രഹിക്കുക. അവരെ മറ്റുള്ളവർ അൺകണ്ടീഷണലി
സ്നേഹിക്കണം. അതായത് ഉപാധികളില്ലാതെ സ്നേഹിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. അതുപോലെ അവർക്ക് പറയുന്നതെല്ലാം ക്ഷമയോടെ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നിരന്തരം റീഅഷ്യൂർ ചെയ്യപ്പെടാൻ, അതായത് ഉറപ്പിക്കാൻ അവർ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം അവരുടെ വികാരങ്ങൾ അംഗീകരിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. വളരെ വ്യത്യസ്തമായ ഗ്രഹങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. വ്യത്യസ്തവും വിചിത്രവുമായ സ്വഭാവമുള്ള ആണും പെണ്ണും പ്രകാശവർഷങ്ങൾക്കപ്പുറത്തിരുന്നു കൊണ്ട് സന്ദേശങ്ങൾ കൈമാറുന്നു, പരസ്പരം അടുക്കുന്നു, ഒടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു നാൾ അവർ ഭൂമിയിൽ വന്ന് താമസം തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. പരസ്പരം അറിയാനും കൂടുതൽ സ്നേഹിക്കാനും അവരിങ്ങനെ പഠിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവർ ഉറങ്ങി എണീറ്റ സമയത്ത് ഗുരുതരമായ ഒരു മറവി രോഗം രണ്ടുപേരെ അങ്ങ് ബാധിച്ചു. എല്ലാവർക്കും ഒരുപോലെ ചില പ്രത്യേക കാര്യങ്ങൾ മറന്നു പോകുന്നതായിട്ടങ്ങ് സംഭവിച്ചു. അതായത് സെലക്റ്റീവ് അംനീഷ്യ ആയിരുന്നു രോഗം. രണ്ട് കൂട്ടരും രണ്ട് വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്ന് വന്നവരാണ്. എല്ലാ തരത്തിലും വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് സ്പീഷ്യസിലുള്ളവരാണ് എന്ന കാര്യം മറന്നുപോയി. തുടക്കത്തിൽ പരസ്പര വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചവർ ആ പ്രഭാതം മുതൽ ഇന്നത്തെ പോലെയായി, ആണും പെണ്ണും. വിചിത്രവും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ളവരാണെന്നുള്ള ആ തിരിച്ചറിവ് മറന്നു പോയപ്പോഴാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അതിന്നും തുടരുന്നു. ജോൺ ഗ്രേ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ വരികളാണിവ. ഞാനതൊന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു റിലേഷൻഷിപ്പിലൂടെ ഒരു സ്ത്രീയും പുരുഷനും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വ്യത്യസ്തത തന്നെയാണ്. സ്ത്രീകൾ പരാതി പറയുമ്പോൾ ഒരിക്കലും അതിൻ്റെ സൊല്യൂഷൻസിനോ അതിന് പരിഹാരങ്ങളോ പോംവഴികളോ അല്ല അവർ ആഗ്രഹിക്കുന്നത്. മറിച്ച് അവരുടെ അടുത്തിരുന്ന് അവർ പറയുന്നതോട് ക്ഷമയോടെ കേൾക്കാനുള്ളൊരു മനസ്സാണ്. ഇത് സ്ത്രീകളുണ്ടായിരുന്ന വീനസ് ഗ്രഹത്തിലെ നിയമമാണ്. എന്നാൽ ആണുങ്ങൾ സ്ത്രീകൾ പറയുന്ന ഒരു പരാതി കേട്ട ഉടനെ എന്താ ചെയ്യുന്നത്? ഉടൻ തന്നെ അതിനുള്ളൊരു പരിഹാരം കാണാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കും. മറിച്ച് മനസ്സ് തുറന്ന് അവരുടെ പരാതികൾ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് സ്ത്രീ പ്രതീക്ഷിക്കുന്നതെന്നാണ് സത്യം. അത് തിരിച്ചറിയാറില്ല. ഇനി ആണുങ്ങൾ എപ്പോഴും സ്ത്രീകളെക്കുറിച്ചിട്ട് പരാതി പറയുന്നത് എന്താണ്? സ്ത്രീകളെപ്പോഴും അവരെ തിരുത്താനും മാറ്റാനും ശ്രമിക്കുന്നു എന്നാണ്. എപ്പോഴും തന്നെ നിയന്ത്രിക്കുന്ന, മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളെ അല്ല ഭർത്താവ് പ്രതീക്ഷിക്കുന്നത്. അതവർ ജീവിച്ചിരിക്കുന്ന മാസിലെ നിയമമാണ്. ഇനി ഈ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഈ വ്യത്യസ്തതയുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: നിഗൂഢതകളുടെ സാഗരമായ നമ്മുടെ തലച്ചോറ് തന്നെയാണ് എന്ന്. ഘടനയിലോ നാഡികളുടെ എണ്ണത്തിലോ ഒന്നും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും തലച്ചോറ് വ്യത്യസ്തമൊന്നുമല്ല. പക്ഷെ ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന പോലെയല്ല തലച്ചോറിൽ വിവരങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഓർമ്മകളെ തരംതിരിച്ച് സൂക്ഷിക്കുന്നതും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതും മുഖങ്ങളെ തിരിച്ചറിയുന്നതും പ്രശ്നങ്ങളെ നേരിടുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യസ്തമായ രീതികളിലാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങളെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുക. ലിംബിക്കൽ തലോമ, കോർട്ടിക്കൽ പാത്വേയിലുള്ള നാഡീകോശങ്ങളുടെ ഘടനയിലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്ന് DTI എന്ന MRI ടെക്നോളജിയെക്കുറിച്ചിട്ടൊക്കെ ഉള്ള പഠനങ്ങളിൽ ഇത് പറയുന്നുണ്ട്. അതായത് തലച്ചോറ് ഒരുപോലെയാണെങ്കിലും സ്റ്റിമുലേഷൻസ് സ്ത്രീക്കും പുരുഷനും വ്യത്യാസമാണ്. എല്ലാം തലച്ചോറിൻ്റെ അത്ഭുതങ്ങളാണ് എന്ന് സാരം. ഈ തിരിച്ചറിവ് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുമ്പോൾ അവർക്കിടയിലെ പ്രശ്നങ്ങളും അങ്ങനെ ഇല്ലാതാകും. ഇതൊക്കെ എന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും മനസ്സിലാക്കും. അവരെ എല്ലായ്പ്പോഴും പ്രശ്നങ്ങളുടെ കൂമ്പാരമായി വന്ന് ഉത്തരം തേടുന്നവരായി കാണാതിരിക്കാനും പുരുഷന്മാർ ശ്രദ്ധിക്കണം. ഒരു പരാതിപ്പെട്ടിയായി അവരെ കാണുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ, അവരോട് പരിഗണന കാണിക്കുകയാണെങ്കിൽ അവർ ഹാപ്പിയാകുമെന്നാണ് അനുഭവങ്ങൾ പറയുന്നത്. അതുപോലെ അർഹമായ പരിഗണനയാണ് പുരുഷന്മാരും പ്രതീക്ഷിക്കുന്നത് എന്ന് സ്ത്രീകളും മനസ്സിലാക്കണം. ഒരു ബന്ധമെന്നത് ഒരു പൂന്തോട്ടം പോലെയാണ്. അത് തഴച്ചു വളരണമെങ്കിൽ അതിന് പതിവായി നനയ്ക്കണം, പരിപാലിക്കണം, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. പ്രണയത്തിൻ്റെ മാന്ത്രികത നിലനിർത്താൻ നമ്മളും മാറ്റങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. പരസ്പരം മനസ്സിലാക്കി വ്യത്യസ്തതകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ മാത്രമേ റിലേഷൻഷിപ്പ് എന്ന പൂന്തോട്ടം എന്നും ഭംഗിയോടെ നിലനിൽക്കുകയുള്ളൂ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ.